Hey guys, welcome back to my channel and welcome back to another video. So ഇന്ന് ആക്ച്വലി എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, മോഡൽ എക്സാം. സോ അതിന് ശേഷം ഒരു വീക്ക് ഗ്യാപ്പ് ഉണ്ട് നമുക്ക് എക്സാമിനായിട്ട്, ലൈക്ക് 1.5 വീക്ക് ഉണ്ട്. സോ അതിൽ എൻ്റെ ഒരു എക്സാം സ്ട്രാറ്റജി ഓർ ഹൗ ഐ എം യൂട്ടിലൈസിങ് ദീസ് ഡേയ്സ് എന്നാണ് വീഡിയോയിൽ. ഓക്കെ, ഞാനപ്പോൾ ഓരോ സബ്ജക്റ്റിനും ഓരോ ഡേ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ലൈക്ക് എന്താ വെച്ചാൽ എനിക്ക് അറിയാത്ത ഏതെങ്കിലും 1-2 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. സോ അത് ഞാൻ പഠിക്കും. അതിന് ശേഷം ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. ലൈക്ക് ഒരു രാവിലെ ഒരു 2-3 ഹവേഴ്സൊക്കെ മതിയല്ലോ എന്തായാലും. ഒരു അറിയാത്ത സബ്ജക്റ്റ് ലൈക്ക് അത് ചാപ്റ്റർ വൈസ് ഇരിക്കും. 2-3 ചാപ്റ്ററാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും, ഒരു ചാപ്റ്റർ ആണെങ്കിൽ അത്ര ടൈമൊക്കെ മതി. അപ്പോൾ അതിന് ശേഷം ക്വസ്റ്റ്യൻസ് ചെയ്യും. സോ ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ. സോ ക്വസ്റ്റ്യൻസ് ചെയ്താലേ നമുക്ക് കാര്യമുള്ളൂ. ഇപ്പം ഞാൻ ചെയ്യുന്നത് ബോട്ടണിയാണ്. സോ ബോട്ടണിയിൽ ഞാൻ രാവിലെ ക്ലാസ് കാണാനാണ്, കാരണം എനിക്കറിയാതെ 2-3 ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. സോ അത് പഠിക്കുകയും ക്ലാസ് കണ്ട് മനസ്സിലാക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. പക്ഷേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ ഫോൺ എൻ്റെ അടുത്തില്ല. എൻ്റെ അമ്മ ഓഫീസിലും പോയി. സോ അമ്മ വൈകുന്നേരം രാത്രിയേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ഈ അടുത്തായിട്ടൊരു അടിപൊളി സംഭവം കണ്ടുപിടിച്ചു. ഇതൊരു യൂട്യൂബർ ചെയ്തിട്ടെന്നല്ല, ഇങ്ങനെ ഓരോന്ന് ലൈക്ക് ടിപ്സ് പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനത് മുന്നേ ചെയ്യണമായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ മൈൻഡ് മാപ്പ് ഉണ്ടാക്കുക. അതായത് ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചാൽ അതിനെക്കുറിച്ച് ബന്ധപ്പെടുന്ന ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കി ഒരു മൈൻഡ് മാപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ചാപ്റ്റർ നമുക്ക് ഭയങ്കര സിമ്പിളായിരിക്കും. ലൈക്ക് വലിയ തിയറിയുള്ള ചാപ്റ്ററൊന്നും നടക്കില്ല, പക്ഷേ ഇങ്ങനത്തെ ബോട്ടണി, ബയോളജി അങ്ങനത്തെ ചാപ്റ്റേഴ്സിനൊക്കെ ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്, എനിക്ക് നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ എങ്ങനെയാണെന്ന് ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും ഫസ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഓരോ ചാപ്റ്ററും നമുക്ക് നല്ല സിമ്പിളാകുമായിരുന്നു. കാരണം ജസ്റ്റ് ആ മൈൻഡ് മാപ്പ് വരച്ച് നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ ചാപ്റ്റർ നമുക്ക് അറിയാമെന്നാണ് അതിൻ്റെ മീനിങ്. വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. പിന്നെ മൈൻഡ് മാപ്പിൻ്റെ കുറേ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്കത് ടോപ്പിക്കൊന്നും മറന്നു പോവില്ല, എപ്പോഴും മനസ്സിൽ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ ലൈക്ക് സാധാരണ നമ്മൾ പഠിക്കുമ്പോൾ അതെന്തോ പഠിക്കുന്നു, ഇതെന്തൊക്കെയോ പഠിക്കുന്നു, ലൈക്ക് ഒരു മിക്സായിട്ട് ലൈക്ക് ഒരു എന്താ പറയുക, ഒരു സ്റ്റോറി പോലെ നമുക്ക് ചിലത് മനസ്സിലാവണമെന്നില്ല. അവിടെ നിന്ന് ഇവിടെ നിന്ന് എന്തൊക്കെയോ പറിച്ച് പഠിക്കുന്ന പോലെ ഉണ്ടാവും. സോ മൈൻഡ് മാപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക, ഫ്ലോയിൽ ഇതിപ്പോൾ ഇതിൻ്റെ കാരണം കൊണ്ടാണ് ഇത് വന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. സോ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ യൂസിങ് മൈൻഡ് മാപ്സ്. ഈവൻ തോ ഞാൻ ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് ഒരു ചാപ്റ്ററിലാണ് മൈൻഡ് മാപ്പ് യൂസ് ചെയ്തെങ്കിലും ഇറ്റ് ഈസ് റിയലി ഹെൽപ്ഫുൾ ഫോർ മീ. പിന്നെ ഒരു ദിവസം ചെയ്താൽ മാത്രം പോരാ, നമ്മളത് 2-3 ദിവസം വരച്ചൊന്ന് മനസ്സിൽ കയറ്റിയാൽ മാത്രമേ അത് മനസ്സിൽ നിൽക്കുള്ളൂ. ആ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ മുന്നേ ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് മൈൻഡ് മാപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ. ഇപ്പോൾ നിങ്ങളെല്ലാ ചാപ്റ്റേഴ്സ് പഠിച്ചെങ്കിലും നിങ്ങളൊന്ന് മൈൻഡ് മാപ്പ് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് മിസ്സാവുന്നുണ്ട് പോർഷൻസ്, ഏതൊക്കെ കിട്ടി, അതൊക്കെ മനസ്സിലാവാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ കുറച്ച് ഷോർട്ടായിരുന്നു, എനിക്കറിയാം. അടുത്ത വീഡിയോ എന്തായാലും ഞാൻ അത്യാവശ്യം ലോങ് ഇടുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ ഇൻ ദ വീഡിയോ.